ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ തുറപ്പുചീട്ട് രമ്യ ഹരിദാസ് 24-നോടൊപ്പം ചേരുകയാണ്. എന്ത് തോന്നുന്നു ഈ സ്വീകരണം കണ്ട്? 24-ന്റെ പ്രേക്ഷകരോട് ആദ്യം തന്നെ പറയാണ്, ചിറയൻകീഴിൻ്റെ ഒരു മാറ്റത്തിനായിട്ട് നിങ്ങളുടെയൊക്കെ വലിയ പിന്തുണ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. മത്സ്യബന്ധന മേഖലയുള്ള പ്രദേശമാണ്. അപകടരഹിതമായിരിക്കുന്ന ഒരു മത്സ്യബന്ധന സാധ്യതകളിലേക്ക് നമുക്ക് ചിറയൻകീഴിനെ ഒരുമിച്ച് നടന്ന് ആ വികസന സ്വപ്നങ്ങളിലേക്ക് നടന്നു കയറണം. അതേപോലെ തന്നെ ഏറ്റവും സാധാരണക്കാരൻ ജീവിക്കുന്ന പ്രദേശമാണ്. ടൂറിസം സാധ്യതകൾക്ക് ഒരുപാട് സാധ്യതയുള്ള മേഖലയാണ് ചിറയൻകീഴ്. രമ്യയെ സംബന്ധിച്ച് പുതിയൊരു മണ്ഡലമാണ്. ആ ഒരു അപരിചിതത്വം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. സംഘടനാ പ്രവർത്തനത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എല്ലായിടങ്ങളിലും, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, കേരളത്തിലെ ജനങ്ങൾ എല്ലാവരെയും ഹൃദയത്തിൽ, കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ മാറ്റത്തിനായി UDF-നൊപ്പം നിൽക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവർ കുടുംബത്തിലെ വീട്ടിലെ ഒരു അംഗമായി, ഒരു സഹോദരിയായി, ഒരു മകളായി കണ്ടുകൊണ്ട് ഒരു അവസരം നൽകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിൽ രമ്യ എപ്പോഴും കേൾക്കാറുള്ളൊരു വിമർശനം എന്ന് പറയുന്നത് പാട്ടുപാടി പ്രചരണം നടത്തുന്നു, അതുപോലെ തന്നെ എപ്പോഴും പെങ്ങളൂട്ടി എന്ന് പറയുന്നു. ഇന്നും പെങ്ങളൂട്ടി എന്നുള്ളൊരു ഫ്ലെക്സ് ബോർഡൊക്കെ കണ്ടു. അപ്പോൾ ആ രീതിക്ക് തന്നെ പ്രചരണം മുന്നോട്ട് പോകാനാണോ രമ്യ വിചാരിക്കുന്നത്? അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുന്നത്? കേരളത്തിൻ്റെ ജനങ്ങൾ നമുക്ക് വലിയ 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 സ്നേഹമാണ്. ആ സ്നേഹം അനുഭവിച്ച് പോകുന്നു. അത് അവരിഷ്ടമുള്ളത് പെങ്ങളൂട്ടിയാണെങ്കിൽ അങ്ങനെ, അനിയത്തിയാണെങ്കിൽ അങ്ങനെ, മകളേന്ന് വിളിക്കുന്നു, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അവർ വിളിക്കുന്നത് നമുക്കും ഇഷ്ടമാണ്. അതിനകത്ത് നമുക്ക് വിചാരിച്ചില്ല. അത് കാണുമ്പോൾ അസ്വസ്ഥതരാകുന്ന ആളുകളുണ്ടാവും ഫേക്ക് ഐഡികളിൽ നിന്ന്. അതിനെയൊന്നും കണ്ട് നമ്മൾ അങ്ങനെയൊന്നും എന്താ പറയുക പിന്നോട്ട് പോകുന്ന ആളുകളെയല്ല. അപ്പം നമ്മുടെ ഒരു ജീവിത ശൈലിയുണ്ട്, നമ്മുടെ ഒരു ജീവിത ആർജിച്ചെടുത്തിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളുമായിട്ട് ചിറയൻകീഴിനൊപ്പം നടക്കാനാണ് ഇനി. അട്ടിമറി വിജയം ഉണ്ടാകും. കാരണം അത് ചിറയൻകീഴ് പറയാൻ കാത്തിരിക്കുകയാണ്. UDF ഉറപ്പായിട്ടും ഇത്തവണ നമ്മൾ അട്ടിമറി UDF-നൊപ്പം ഒരു മാറ്റം ചിറയൻകീഴിലുണ്ടാവും. എന്തായാലും ഓൾ ദ ബെസ്റ്റ്, വിജയിച്ചു വരട്ടെ. ചിറയൻകീഴ് മണ്ഡലത്തിൽ രമ്യ ഹരിദാസിന് പൂർണ്ണ ആത്മവിശ്വാസമാണ്. ഒരു അട്ടിമറി വിജയം ഉണ്ടാകും. വിജയിച്ച് നിയമസഭയിലേക്ക് എത്താമെന്ന് തന്നെയാണ് പ്രതീക്ഷ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്.